Hi friends, welcome to Arutan's World. ഒരുപാട് നാളിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ദിണ്ടുക്കൽ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് മട്ടൺ ഞാൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം മട്ടണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിൽ ചേർക്കാം. വെള്ളം മട്ടൺ നന്നായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് കുക്കറിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ മട്ടൺ പീസസ് നന്നായിട്ട് കുക്കായി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് മട്ടണിലേക്ക് ഇട്ടാൽ മതി. നമ്മൾ റൈസിനുള്ളതൊക്കെ അത് ആ സമയത്ത് ചേർക്കും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളമായിട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 4 വിസിൽ കേൾക്കണം. 4 വിസിലിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മട്ടൺ നന്നായിട്ട് കുക്കാകും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പെരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ, മുഴുവൻ മല്ലി 3 ടേബിൾ സ്പൂൺ, കൽപ്പാസി 1 ടേബിൾ സ്പൂൺ. കൽപ്പാസി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. നമ്മളത് കൂടുതലും മട്ടൺ ഡിഷസിനാണ് ഉപയോഗിക്കുന്നത്. ജീരകം 2 ടീസ്പൂൺ, കുരുമുളക് മുഴുവനായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട് ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്, ഏലക്ക 10 എണ്ണം, ഗ്രാമ്പു 10 എണ്ണം, പട്ട ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ചൂടിൽ, അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഒരുമിച്ച് തന്നെ എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇത് തണുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുത്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല പൗഡർ. അടുത്തത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. 5 പച്ചമുളക് നമ്മളുടെ എരിവിന് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം ഒരുമിച്ച് മിക്സിയിൽ അടിച്ച ശേഷം നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അടിച്ച ശേഷം അത് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പോസ്റ്റ്മാൻ്റെ ബിരിയാണി റൈസാണ്. അത് നമുക്ക് 20 മിനിറ്റ് കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി കുതിർത്ത് എടുത്ത ശേഷം അത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെയിൻ ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ളത് പുതിനയിലയും മല്ലിയിലയും നന്നായിട്ട് ഈ മട്ടൺ ബിരിയാണിക്ക് വേണം. നമ്മളത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ പ്രിപ്പയർ ചെയ്ത മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എടുക്കാം, നെയ്യ്, എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരി ഞാൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. തൈര് 3 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയുടെ പേസ്റ്റാണ്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വാടി വരുമ്പോൾ നല്ല ബ്രൗൺ കളറായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത്
ആവശ്യം കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം. അതിനുശേഷം നമ്മൾ മട്ടൺ ഡിഷസോ ഇതുപോലെയുള്ള ബോംബെ ബിരിയാണി അങ്ങനെയുള്ള ഇതിനെല്ലാം ഈ മസാലപ്പൊടി ഉപയോഗിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മട്ടണിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അരി വേകാനൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് ആ മട്ടൻ്റെ സ്റ്റോക്ക് മാറ്റിയിട്ട് മട്ടൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ഈ മസാല എല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഈ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്ക് പിന്നീട് ആവശ്യം വരും, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ഈ മസാല കോട്ട് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച് 1 നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിലേക്ക് 1 കൈപ്പിടി നിറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതും കൂടെ മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ മട്ടൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 കപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു സിം ആക്കി വെച്ച ശേഷം, ഒരു ലോ ഫ്ലെയിം മതി, ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്, ഈ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 10 മിനിറ്റ് ആയ ശേഷം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിക്കാം. അരി ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. 2 കപ്പ് അരിക്ക് ഞാനിപ്പോൾ 3.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മട്ടൺ സ്റ്റോക്കും കൂടെ ഇരുന്ന കപ്പിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചാണ്. ചെറു ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. നമുക്ക് ചെറിയ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അരി നന്നായിട്ട് കുതിർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഏകദേശം വെള്ളം മാറി വരണുണ്ട്. നമുക്കിത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബിരിയാണി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അത് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അത്യാവശ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വാഴയില വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ അതിലടയ്ക്കാൻ പോകുന്ന അടപ്പ് ഒരു ചെറിയ ലോക്ക് പോലെ അതിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ ഒരുവിധം നന്നായിട്ട് വാഴയില വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കവർ ചെയ്ത ശേഷം ഇത് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് സിമ്മിൽ തന്നെ, ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ മണം അടിക്കുന്നുണ്ട്. ശരിക്കും പുതിനയും മല്ലിയിലയൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇടാം. അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റിയ ശേഷം ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട്. ആ പാനിലേക്ക് നമ്മൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യിൽ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയായിട്ട് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദിണ്ടിഗൽ മട്ടൺ ബിരിയാണിയാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഉറപ്പായും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിലേക്ക് ഇടണം.